വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ ഡ്രോൺ ടു റെപ്രസെൻറ്റ് വിസിബിൾ എഡ്ജസ് ആർ കോൾഡ്. നമ്മൾ വിസിബിൾ എഡ്ജസിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ ഏത് ലൈൻസാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എന്നുവെച്ചാൽ വിസിബിൾ ലൈൻസ് യൂസ് ചെയ്തിട്ട് ഏത് ലൈൻസാണ് നമ്മൾ നോർമലി വരയ്ക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഔട്ട്ലൈൻ ആണ്. ആൻസർ ഔട്ട്ലൈൻ. ടു റെപ്രസെൻറ്റ് 2 യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ ഈസ് യൂസ്ഡ്. 2 മെഷർമെൻ്റ് ആണ്. 2 മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് പ്ലെയിൻ സ്കെയിലാണ്. സോ 3 മെഷർമെൻ്റ് ആയിരുന്നെങ്കിൽ ഡയഗണൽ സ്കെയിൽ വന്നേനെ, ആംഗിൾ ആയിരുന്നെങ്കിൽ സ്കെയിൽ ഓഫ് കോഡ് വന്നേനെ. ദെൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് നമുക്ക് ഓർത്തോഗ്രാഫിക്കിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. കറക്റ്റ് ആൻസർ പിക്ചോറിയൽ പ്രൊജക്ഷനാണ്. കാരണം ലെങ്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഒരുപോലെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ബേസ് ചെയ്ത് വരുന്ന, കാരണം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഈ ഫുൾ പോർഷൻസ് നമുക്ക് കറക്റ്റ് വ്യൂവിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് വരുന്നത് പിക്ചോറിയൽ പ്രൊജക്ഷനിലാണ് വരുന്നത്. സോ തെറ്റിപ്പോവരുത് ആ ഒരു ക്വസ്റ്റ്യൻ. Dash is a solid generated by the revolution of a right angle triangle about one of its perpendicular sides which is fixed. കോണിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ബേസിസിലാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് റൈറ്റ് സർക്കുലാർ കോൺ ആയിരിക്കും. ആൻസർ റൈറ്റ് സർക്കുലാർ കോൺ. The development of a surface of a pyramid consists of the number of equal dash triangle is contact. പിരമിഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് ആ ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നുള്ള രീതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പിരമിഡ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് എത്ര ഈക്വൽ ഏത് ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. ശ്രദ്ധിക്കുക, ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കർവ്ഡ് സർഫസ് ഓഫ് എ കോൺ ഈസ് ഡാഷ് ഓഫ് എ സർക്കിൾ. ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ആണ് നമ്മൾ ഡെവലപ്മെൻറ്റിൽ പറയുന്നതെങ്കിൽ ആ ഒരു സർക്കിൾ ബേസ് ചെയ്ത് വരുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് എഴുതാം? ഓപ്ഷൻ സി സെക്ടറാണ്. വേറൊന്നുമില്ല, നിങ്ങളൊരു പേപ്പറിൽ നമ്മുടെ കോൺ പോലെ സെറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കിട്ടുന്നത് സെക്ടർ ആയിരിക്കും. ദെൻ ഫുൾ ഫോം ഓഫ് CAD ബി ആണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് അല്ല, ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ ഡ്രോയിങ് ടെംപ്ലേറ്റ്. ഓപ്ഷൻ ഡി ആണ്. .dwt ആണ് വരുന്നത്. 44D. ഷോർട്ട് കട്ട് കീ ഓഫ് സിംഗിൾ ലൈൻ ടെസ്റ്റ്. ശ്രദ്ധിക്കുക, സിംഗിൾ ലൈൻ ടെസ്റ്റ് ആകുമ്പോൾ ഇവിടെ സിംഗിൾ ലൈൻ ടെസ്റ്റിന് ഈ അറിഞ്ഞൂടാത്തേക്ക് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ സി ഒക്കെ എഴുതാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ പഠിക്കുമ്പോഴേ അതൊരു സ്ട്രെസ് ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണ് ഷോർട്ട് കട്ട് കീ ഓഫ് സിംഗിൾ ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. DT ആണ് വരുന്നത്. DT. 46th ക്വസ്റ്റ്യൻ, F9 ഈസ് ദ ഷോർട്ട് കട്ട് കീ ഓഫ്. നമുക്കറിയാവുന്നതാണ് F9 എന്താണ്? സ്നാപ്പ് ആണ് വരുന്നത്. F9 സ്നാപ്പ്. ഒബ്ജക്ട് സ്നാപ്പ് ആണെങ്കിൽ F3 ആണ്. 3D ഒബ്ജക്ട് സ്നാപ്പ് ആണെങ്കിൽ F4 ആണ് വരുന്നത്. ഓക്കെ, ഓർത്തോ F8 ആണ് വരുന്നത്. അതുപോലെ പോളാർ ട്രാക്കിംഗ് ആണെങ്കിൽ F10 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ലെങ്ത് ഓഫ് എ കൺസ്ട്രക്ഷൻ ലൈൻ ഈസ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ് ലൈനിൻ്റെ മാക്സിമം ലെങ്ത് എത്രയെന്നാണ്? നോ ലിമിറ്റ് ആണ് വരുന്നത്. Which of the following memory is a small fast acting buffer memory between the processor and the main memory? നമ്മുടെ മെയിൻ മെമ്മറിയുടെയും അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു ബഫർ മെമ്മറി അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ക്യാഷ് മെമ്മറി ആണ് വരുന്നത്. ആൻഡ് ദ ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ് ടുഗദർ. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം വരുന്നതിലൊന്നും കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. മുന്നെയൊക്കെ സ്ഥിരം ചോദിക്കുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ ഓഫ് ക്ലോസിംഗ് വിൻഡോ. വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഷോർട്ട് കട്ട് കീ ആണ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Alt + F4 ആണ് കൊടുക്കുന്നത്. വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ട്, ക്ലോസിംഗ് വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് കട്ട് കീ Alt + F4. ദ റീസ്റ്റോറിംഗ് ഡിലീറ്റഡ് ഫയൽസ് ഫ്രോം ദ റീസൈക്കിൾ ബിൻ ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഡാഷ് കമാൻഡ്. സിമ്പിളാണ്, നമ്മൾ മിക്കവാറൊക്കെ ചെയ്യുന്നതാണ്. റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD-ROM ആൻഡ് ഫ്ലാഷ് ഡിസ്ക് ആർ എക്സാമ്പിൾ. ഈ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും എന്താണ്? ക്യാൻസലായി
പോയ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡാഷ് യൂണിറ്റ്സ്. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏരിയ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ സ്ക്വയർ ആണ്. സോ സ്ക്വയർ യൂണിറ്റ്. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. ശ്രദ്ധിക്കുക, അവിടെ പറഞ്ഞിരിക്കുന്നത് പൊസിഷൻ എന്നാണ്. ആൻസർ വരുന്നത് പൊട്ടൻഷ്യൽ എനർജി. മൂവിങ് ആയിരുന്നെങ്കിൽ കൈനറ്റിക് എനർജി വരുമായിരുന്നു. സോ 16th ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ വരുന്ന വോളിയം ഓഫ് ബക്കറ്റ് ആണ്. നൺ ഓഫ് ദി എബോയ് ആണ്. ഇപ്പോഴത്തെ എക്സാംസിന് നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷനും പറഞ്ഞിട്ടില്ല. വെൻ ടു ഫോഴ്സസ് ആർ ഇൻക്ലൈൻഡ് വിത്ത് ഈച്ച് അതർ അറ്റ് എൻ ആംഗിൾ തീറ്റ റിസൾട്ടൻറ്റ് ഈസ് ഗിവൺ ബൈ. നമ്മൾ സ്ഥിരം മെക്കാനിക്സിലൊക്കെ ആദ്യമേ പഠിക്കുന്ന സംഭവമാണ്. നമ്മൾ 2 അഡ്ജസൻറ്റ് സൈഡ് എടുക്കുന്നു. ആ 2 അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ് നമുക്ക് റിസൾട്ടൻറ്റിൽ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ലോ ഓഫ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്നാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫോഴ്സ് ഓഫ് P കിലോഗ്രാം മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. എങ്ങനെയാണ്? ഹൊറിസോണ്ടലുമായിട്ടാണ് ആ ഒരു ആംഗിൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുക. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത്. സോ അത് ഇങ്ങനെയാവാം, ഈ ഒരു രീതിയിലുമൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഹൊറിസോണ്ടലിൻ്റെ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ് തീറ്റ, വെറും കോസ് തീറ്റ എന്നല്ല അർത്ഥം പറഞ്ഞാൽ പി കോസ് തീറ്റ എന്നാണ് വരേണ്ടത്. സോ ആൻസർ ഡി ആണ് വരുന്നത്, പി കോസ് തീറ്റ. വെർട്ടിക്കലായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ, ഹൊറിസോണ്ടലുമായിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്തിരുന്നെങ്കിൽ വെർട്ടിക്കലിൻ്റെ കമ്പോണൻറ്റ് ചോദിച്ചാൽ പി സൈൻ തീറ്റ വന്നേനെ. ഡാഷ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇൻ എ മെറ്റീരിയൽസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. താഴെ പറയുന്നതിൽ ഏത് ലോയാടെ വരുന്നത്? സ്ഥിരം നമ്മൾ മെക്കാനിക്സിൽ നമ്മുടെ മോസിൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കുന്നതാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ എ മെറ്റീരിയൽ ഈസ് ലോഡഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ടു സ്ട്രെയിൻ. അതാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ദ ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ്. ശ്രദ്ധിക്കുക, ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? സ്ട്രെസ് ആണ് വരുന്നത്. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കുലർ ലാമിന ഈസ് അറ്റ്. ട്രയാങ്കുലർ ലാമിനയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതിന് ഈക്വലാണ്? സെൻട്രോയിഡിന് ഈക്വലാണ്. ഓക്കെ, സെൻട്രോയിഡിൻ്റെ കാര്യമാണ് അവർ ആ മെൻഷൻ ചെയ്യുന്നത്. VDU സ്റ്റാൻഡ്സ് ഫോർ, നമ്മുടെ ഓട്ടോക്യാഡ് ബേസ് ചെയ്ത് വരുന്നതാണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. VDU എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following have constant rotation speed while read write operation takes place? ആൻസർ ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും വരും. സോ ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ വോളറ്റൈൽ മെറ്റീരിയൽ ആണേ. വോളറ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് റാം ആണ്. സോ പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് നോർമലി തന്നെ അതിൻ്റെ ഡേറ്റാസ് ഒക്കെ പോവാറുണ്ട്. സോ അപ്പോൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് റാം. The moment of inertia of a circular section of diameter d is given by the relation. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് പറയുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെക്കാനിക്സിൽ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ഇക്വേഷൻസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ പഠിക്കാനുണ്ട്, സെൻട്രോയിഡിൻ്റെ പഠിക്കാനുണ്ട്, പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം അത്യാവശ്യം നമുക്ക് ഇക്വേഷൻസ് വരാറുണ്ട്. സോ അപ്പോൾ അതിൽ ഇക്വേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ഇക്വേഷനാണ് സർക്കിളിൻ്റെത്, π/64 d⁻⁴. പിന്നെ ഈ ഓപ്ഷൻ തന്നിരിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഓപ്ഷനിൽ π/64 d⁻³ d² ഇതൊക്കെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേനെ. When a shear force at a point is 0, then bending moment at the point will be. നമ്മുടെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇഫ് എ കാൻഡിലിവർ ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ പോയിന്റ് ലോഡ് അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്, then the shear force under the point load. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു കാൻഡിലീവർ ബീമാണ്, അതിൻ്റെ ഫ്രീ എൻഡിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന ലോഡാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഞാൻ എടുക്കുമ്പോൾ ഇത് എയും ബിയും ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ആയിട്ട് ബി ഞാൻ എങ്ങനെ എടുക്കും? ഷിയർ ഫോഴ്സ് ആയിട്ട് ബി എന്ന് പറയുന്നത് അവിടെ എത്ര ലോഡാണോ ആക്ട് ചെയ്തിരിക്കുന്നത് ആ ലോഡല്ലേ ഞാൻ എടുക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ സൈനും ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ
ഇതിപ്പോൾ താഴോട്ടാണ്, ഞാനിപ്പം നെഗറ്റീവ് എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആ ഒരു സൈൻ അനുസരിച്ച് വേണം എനിക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ എന്താണ് എൻ്റെ ആൻസർ അവിടെ വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ്, ഈക്വൽ ടു ദി ലോഡ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ടു റിട്ടാർഡ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്, ദ കോമ്പൗണ്ട് റെസ്പോൺസിബിൾ ഈസ്. റിട്ടാർഡ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടാർഡ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ വരുന്നത്, ജിപ്സം. സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോക്സ് കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രൈ കാൽസ്യം അലുമിനേറ്റ് പറഞ്ഞേനെ. അതുപോലെ ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ ട്രൈ കാൽസ്യം സിലിക്കേറ്റ് ആണ്, C3S. പ്രോഗ്രസീവ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഡൈ കാൽസ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ C2S ആണ് വരുന്നത്. ബോക്സ് കോമ്പൗണ്ട് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇൻ എ ഡ്രോയിങ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ, ടൈപ്പ് എ ലൈനാണ് ഉദ്ദേശിക്കുന്നത്, ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻ, ശ്രദ്ധിക്കുക തിക്ക് ലൈനാണ്, വിസിബിൾ എഡ്ജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തൊരു അതിനെക്കാട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ഏരിയ ഓഫ് എ നോട്ട് ഡ്രോയിങ്. എ നോട്ട് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറയുന്നതാണ്. സർഫസ് ഏരിയ ഓഫ് എ നോട്ട് എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അതിൽ A1 വരുമ്പം 1.5 0.5 അങ്ങനെ ഓരോന്നും വരുമ്പം പകുതിയായിട്ട് കുറഞ്ഞിട്ടാണ് വരുന്ന സർഫസ് ഏരിയ. ദ സൈസ് ഓഫ് ലെറ്റർ ആൻഡ് ന്യൂമറൽസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ. എന്തിനെ ഡെസിഗ്നേറ്റ് ചെയ്യാനാണ്? അതിൻ്റെ ഹൈറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ല ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഹൈറ്റ് ബേസ് ചെയ്തിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് ഡയമെൻഷനിങ്. നമ്മളെ ഡയമെൻഷനിങ് റൂളിൻ്റെ ആ ഒരു റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നതിൽ താഴെ പറയുന്നതിൽ ഏതെന്നാണ്? ഡയമെൻഷൻ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻസ് ആൻഡ് ലീഡർ ലൈൻസ് ആർ ഡ്രോൺ as കണ്ടിന്യൂസ് തിൻ ലൈൻ. ഓക്കെ, എഗെയിൻസ്റ്റ് അല്ലല്ലോ, അത് കറക്റ്റ് അല്ലേ? പ്രൊജക്ഷൻ ലൈൻസ് ഷുഡ് നോട്ട് ഡ്രോ ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ. അങ്ങനൊരു സംഭവം നമ്മൾ പറയുന്നില്ല. എക്സ്റ്റൻഷൻ ആൻഡ് ഡയമെൻഷൻ ലൈൻ ഷുഡ് നോട്ട് ക്രോസ് അതർ ലൈൻസ്, ദാറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. അത് കറക്റ്റാണ്. ഈച്ച് എൻഡ് ഓഫ് ദ ഡയമെൻഷൻ ലൈൻസ് ഷുഡ് ബി ഡിഫൈൻഡ് ബൈ ആൻ ആരോ ഹെഡ്. അതും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആണ്. പ്രൊജക്ഷൻ ലൈൻസ് ഷുഡ് നോട്ട് ഡ്രോപ്പ് ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ. ഓക്കെ, നെയിം ദ കോണിക് ഹൂസ് എസെൻട്രിസിറ്റി ഈസ് 1. 1 എസെൻട്രിസിറ്റി വരുന്നത് ഏതാണ്? പരാബോളയാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോളയാണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ എലിപ്സ് ആണ്. ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സർക്കിളായിരിക്കും വരുന്നത്. In the context of construction of scales, the ratio of the length of the object in the drawing to the actual length of the object is called. അത് പറഞ്ഞിരിക്കുന്നത് മാപ്പ് ഡിസ്റ്റൻസ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻസ് ആണ് വരുന്നത്. സ്കെയിലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്കെയിൽസ് ഉണ്ട്. 3 രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് എഞ്ചിനീയറിംഗ് സ്കെയിൽ, രണ്ടാമത്തെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ സ്കെയിൽ, മൂന്നാമത്തെ ഗ്രാഫിക്കൽ സ്കെയിൽ. അതിൽ ആദ്യത്തെ 2 എഞ്ചിനീയറിംഗും റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനും ന്യൂമറിക്കൽ സ്കെയിൽസ് ആണ്. ഓക്കെ, which of the following projection method has been recommended by the Bureau of Indian Standards for the preparation of engineering drawing of object? തന്നിരിക്കുന്നതിൽ പ്രൊജക്ഷൻ മെത്തേഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. BIS റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. നമ്മൾ പഠിക്കുന്നതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ, മെയിൻലി 2 types, ഫസ്റ്റ് ആംഗിൾ ആൻഡ് തേർഡ് ആംഗിൾ. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഓക്കെ, ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പറയുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ്? എലിവേഷൻ ഈസ് എബോവ് ദി XY ലൈൻ ആൻഡ് പ്ലാൻ ഈസ് ബിലോ ദി XY ലൈൻ. കറക്റ്റ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കോളേജിലായാലും ഡ്രോയിങ് ഷീറ്റിലൊക്കെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ, അത് കറക്റ്റാണ്. ബാക്കി കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്ലാൻ ഈസ് എബോവ് ദ XY ലൈൻ ആൻഡ് എലിവേഷൻ ഈസ് ബിലോ ദി XY ലൈൻ. അതെന്തായി? തേർഡ് ആംഗിൾ പ്രൊജക്ഷനായി. ബോത്ത് ദ എലിവേഷൻ ആൻഡ് പ്ലാൻസ് ആർ എബോവ് ദി XY ലൈൻ. അങ്ങനെ ഒരു സംഭവമില്ല. ബോത്ത് ദ എലിവേഷൻ ആൻഡ് പ്ലാൻസ് ആർ ബിലോ ദി XY ലൈൻ. നമ്മുടെ ആൻസർ കറക്റ്റ് ഏതാണ് വരുന്നത്? 28 ഓപ്ഷൻ എ ആണ് വരുന്നത്.